ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് 6:30-ക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അടുപ്പിൽ എല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ഭക്ഷണവും ഒന്ന് അടുപ്പിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസിന് ഇപ്പോൾ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ ഇങ്ങനെ ചോറ് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ വേവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും 7 മണിക്കാണ് എണീക്കാറ്. അപ്പോൾ ഇന്ന് 6:30-ക്ക് എണീറ്റ്. കുറച്ച് നേരത്തെ എണീച്ചാൽ എല്ലാം വെക്കാമല്ലോ. അപ്പോൾ ഈ കാണിച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ആ ഉരുളക്കിഴങ്ങും പിന്നെ ഈ നമ്മുടെ മുറ്റത്തെ ചെടിയാണിത്. അതിൽ കുറച്ച് പയറുണ്ട്. അപ്പോൾ നാടൻ പയറാണ്, കുറ്റിപ്പയറില്ലേ അതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ വള്ളി പോലെ പടർന്നിട്ടുണ്ട്. പക്ഷേ കുറ്റിപ്പയറിൻ്റെ ഒരു നാടൻ പയറാണിത്, കണ്ടില്ലേ. അപ്പോൾ അതും ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കുക. പിന്നെ ഉണക്കമീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കുറച്ച് പയർ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തതും കൊണ്ട് പയർ കുറച്ച് മൂത്ത് പോയേ. ഇത്രയും മുക്കാൻ വയ്ക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് കണ്ട ആ തോലൊക്കെ കുറച്ച് അധികം തന്നെ തോലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തോലൊക്കെ കഴിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റൊക്കെ ഇടുന്നത് അച്ചൂസിൻ്റെ വാഴയുടെ ചോട്ടിലാട്ടോ. അപ്പോൾ ഒരു കുഞ്ഞി തൈ, ഒരു പെൻസിൽ വണ്ണമുള്ളത് കുഞ്ഞി തൈ കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിലാണ് ഇടുക. അപ്പോൾ വളവുമല്ലേ. അപ്പോൾ ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് ഇതേ നമ്മൾ കറിക്ക് ഉപ്പേരി, മറ്റേ പയറുപ്പേരിയൊക്കെ വെക്കാമെന്ന് പറയില്ലേ, ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഉപ്പേരിക്കും കൂടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പം ഇത് അരിഞ്ഞ് വെക്കുന്നതും അതൊക്കെ കാണിക്കണമെങ്കിൽ വേറൊരാളും കൂടി വേണമായിരുന്നു. അപ്പോൾ ഈ ഉണക്കമീനാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. ഇത് ഒരെണ്ണമല്ല, അത് എത്രയും മീനുണ്ട് കേട്ടോ. ഒരെണ്ണം കണ്ടിട്ട് ഇത് കറി വെക്കാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവൂലേ. അപ്പോൾ ഇത്രയും മീനുണ്ട്. അപ്പോൾ ആ മീൻ നന്നാക്കി എടുക്കുമ്പോഴേക്ക് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നല്ലോണം വെള്ളം വെച്ചിട്ടാട്ടോ ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അടുപ്പിൽ തന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഉണക്കമീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നാളികേരം അരച്ചിട്ട് പുളിയൊക്കെ വെച്ച് ഒരു മലപ്പുറം സ്റ്റൈലിൽ വെക്കുന്ന സ്റ്റൈലുണ്ട്, അതേപോലെ വെക്കാമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയുള്ള തേങ്ങയാണ് ഈ ചിരകിക്കൊണ്ടിരിക്കുന്നത്. ഈ തേങ്ങ എനിക്ക് റോട്ടിൽ നിന്ന് കിട്ടിയതാട്ടാ, കുറച്ച് ദൂരത്തു നിന്ന് കിട്ടിയാണ്. അപ്പോൾ ശരി, ആ തേങ്ങ കൊണ്ടുവന്ന് പച്ചത്തേങ്ങ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഹര ഇങ്ങനെ കറി വെക്കാനൊക്കെ. അങ്ങനെ അരപ്പെല്ലാം തയ്യാറാക്കി അതിൽ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മീൻ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ആവും. അപ്പോൾ ഞാൻ പോവാൻ നോക്കട്ടെ. ടാറ്റാ.